നമസ്കാരം, വെൽക്കം ടു നിഷിതാസ് കുസീൻ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഈദ് സ്പെഷ്യലായിട്ട് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ മന്തി. എല്ലാവർക്കും ചെറിയ പെരുന്നാൾ ആശംസകൾ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കുന്ന നോക്കാം. ആദ്യം മന്തി മസാല പൗഡർ ഉണ്ടാക്കാം. അതിന് ആവശ്യമുള്ള സ്പൈസസ്: 1 ടേബിൾ സ്പൂൺ മുഴുവൻ മല്ലി, 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, ഒരു 7 ഏലക്ക, 7 ഗ്രാമ്പൂ, 2 ചെറിയ കഷ്ണം പട്ട. ഇത് കുറച്ച് ഡ്രൈ ലെമണിന്റെ ഉള്ളിലത്തെ അല്ലിയാണ്. ഒരു ഹാഫ് ലെമണിന്റെ ഉള്ളിലത്തെ അല്ലി എടുത്തിട്ടുണ്ട്. ഒരു ബേ ലീഫ്. ഇതെല്ലാം ഇനി ഒരു പാനിലിട്ട് റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കണം. ഞാനിവിടെ അടുപ്പത്ത് ഒരു പാൻ വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാൻ ചൂടാവുമ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടെ ഇതിലേക്കിട്ട് കുറച്ച് സമയം ഇളക്കി റോസ്റ്റ് ചെയ്തെടുക്കാം. തീ കുറച്ച് വെച്ച് റോസ്റ്റ് ചെയ്യണം. ഈ ബേ ലീഫ് ഞാൻ 2-3 കഷ്ണാക്കിയിട്ടുണ്ട്. ഇതിപ്പോ വറുത്തിട്ടായിട്ടുണ്ട്. ഈ മല്ലിയുടെയും ജീരകത്തിന്റെ എല്ലാം കളർ മാറി നല്ല മൂത്ത മണം വരുന്നുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഈ പാനിന്റെ ചൂടുണ്ടായാൽ മതിയാവും. അതിനുശേഷം ഇത് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. റോസ്റ്റ് ചെയ്തെടുത്തതെല്ലാം ഇപ്പം ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് പൊടിച്ചെടുക്കാൻ വേണ്ടി മിക്സിയുടെ ഒരു ജാറിലേക്ക് ഇടാം. ഇതിനി നന്നായി പൊടിച്ചെടുക്കാം. എല്ലാം കൂടെ നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട്. മന്തി മസാല പൗഡർ റെഡിയാണ്. ഇനി ചിക്കൻ മന്തി ഉണ്ടാക്കാൻ തുടങ്ങാം. അതിന് അടുപ്പത്ത് കുറച്ച് വലിയൊരു പാത്രം വെച്ച് തീ കത്തിച്ചിട്ടുണ്ട്. പാത്രം ചൂടാവുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെണ്ണയോ സൺഫ്ലവർ ഓയിലോ ചേർക്കാം. സൺഫ്ലവർ ഓയിൽ ഉപയോഗിക്കുന്നവരാണെങ്കിൽ അത് ഉപയോഗിക്കാം. ഞാനിപ്പം വെണ്ണ എടുത്തിട്ടുള്ളത്. വെണ്ണ ഉരുകുമ്പോൾ ഇതിലേക്ക് ഒരു 5 ഏലക്ക, 5 ഗ്രാമ്പൂ, ഒരു 2-3 ചെറിയ കഷ്ണം പട്ട, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ മുഴുവൻ കുരുമുളക്. ഇതെല്ലാം ഇട്ട് ഇളക്കി ഫ്രൈ ചെയ്യാം. ഈ പട്ടേന്റെയും ഗ്രാമ്പൂവിന്റെയും ഏലക്കേന്റെയും നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള നേരത്തതായിട്ട് മുറിച്ച് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഉള്ളി വാടിത്തുടങ്ങുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് ഇളക്കി വഴറ്റാം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി മിക്സിയിൽ അരച്ചത് ചേർക്കാം. ഇത് ഇളക്കി വഴറ്റാം. ഈ തക്കാളി അരച്ചതിന്റെ പച്ചമണം മാറി വരുമ്പോൾ ഇതിലേക്ക് നേരത്തെ പൊടിച്ചു വെച്ച മന്തി മസാലയിൽ നിന്ന് 1 ടീസ്പൂൺ ചേർക്കാം. ഈ മന്തി മസാല വേണമെങ്കിൽ വാങ്ങിച്ചിട്ടും ഉപയോഗിക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഈ മസാലേന്റെ നല്ല മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിയില ചെറുതായി അരിഞ്ഞ് ചേർക്കാം. ഇത് അരിഞ്ഞിട്ട് തന്നെ ചേർക്കണം. ഇതിന്റെ പീസ് അവസാനം കാണാൻ പാടില്ല. അതിനുശേഷം ഇതിലേക്ക് 1/4 കിലോ ചിക്കൻ കഷ്ണം കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും 1/2 ടീസ്പൂൺ മന്തി മസാലപ്പൊടി മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ മാറ്റി വെച്ചാണ് ഇത് ചേർക്കാം. ചിക്കൻ കുറച്ച് വലിയ പീസാക്കിയിട്ട് എടുക്കാം. ഞാനിപ്പോൾ എടുത്തത് ചെറിയ പീസാണ്. ചിക്കൻ മന്തിക്ക് കുറച്ച് വലിയ പീസാണ് ഉപയോഗിക്കാറുള്ളത്. ഞാനിപ്പോൾ വേറെ ആവശ്യത്തിന് വാങ്ങിച്ച ചിക്കൻ ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. നിങ്ങൾ എടുക്കുമ്പോൾ പറ്റുമെങ്കിൽ വലിയ പീസ് തന്നെ എടുക്കാം. ഇത് ഇളക്കി മിക്സ് ചെയ്യാം. ഇത് ഏകദേശം 1 മിനിറ്റ് ഇങ്ങനെ ഇളക്കി വഴറ്റാം. അതിനുശേഷം ഇതിലേക്ക് തിളപ്പിച്ച വെള്ളം ഒഴിക്കാം. തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം ഒഴിക്കണമെന്നില്ല. തിളപ്പിച്ചിട്ട് തീ ഓഫ് ചെയ്ത് 2-3 മിനിറ്റ് കഴിഞ്ഞാലും കുഴപ്പമില്ല. ഞാൻ 2 കപ്പ് ബസ്മതി റൈസ് കൊണ്ടാണ് ഈ ചിക്കൻ മന്തി ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി ഇപ്പോൾ 4 കപ്പ് തിളപ്പിച്ച വെള്ളമാണ് ഒഴിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടി ഇളക്കി മിക്സ് ചെയ്യാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് ഇളക്കി മിക്സ് ചെയ്യാം.
ചിക്കനിൽ ഉപ്പ് മിക്സ് ചെയ്ത് വെച്ചതാണ്. അതുകൊണ്ട് അത് കണക്കാക്കിയിട്ട് ബാക്കി വേണ്ടുന്ന ഉപ്പ് ചേർത്താൽ മതി. ഇതിനി തിളപ്പിക്കാം. ഇപ്പോൾ ഇത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് അടച്ച് വെച്ച് തീ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചിക്കൻ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇത് അടച്ച് വെച്ച് ഏകദേശം 8 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ചിക്കൻ കഷ്ണം ഇപ്പം പാകത്തിന് വെന്തിട്ടുണ്ട്. ആവശ്യത്തിലധികം പോകാൻ പാടില്ല, ഇത് ഫ്രൈ ചെയ്തെടുക്കേണ്ടതാണ്. ഇനി ഈ ചിക്കൻ കഷ്ണം ഇതിനെടുത്ത് മാറ്റാം. ചിക്കൻ കഷ്ണം എല്ലാം കോരി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇത് 2 കപ്പ് ബസ്മതി റൈസ് അരമണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ചതിന് ശേഷം കഴുകിയെടുത്ത് ഒരു 10 മിനിറ്റ് വെള്ളം വാർന്നു പോകാൻ വേണ്ടി വെച്ചതിന് ശേഷം എടുത്താണ്. ഇതിലേക്ക് ചേർക്കാം. ഇത് ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. അതിനുശേഷം ഇതിലേക്ക് ഒരു ഡ്രൈ ലെമൺ മുഴുവനോടെ ചേർക്കാം. 2 പച്ചമുളക് മുഴുവനോടെ ചേർക്കാം. ഉപ്പ് വേണമെങ്കിൽ നോക്കിയിട്ട് ചേർക്കാം. ഇതിനി അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് വെള്ളം വറ്റുന്നത് വരെ വേവിച്ചെടുക്കാം. റൈസ് വേവുന്ന സമയം നേരത്തെ വേവിച്ചെടുത്ത് മാറ്റിവെച്ച ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതിലേക്ക് കുറച്ച് മസാല വട്ടി കൊടുക്കാം. ഒരു പ്ലേറ്റിലേക്ക് 1.5 ടീസ്പൂൺ പിരിയൽ മുളക് പൊടി എടുക്കാം. 1/4 ടീസ്പൂണിന്റെ പകുതി മഞ്ഞൾപ്പൊടി ചേർക്കാം. 1/4 ടീസ്പൂൺ മന്തി മസാല പൗഡർ ചേർക്കാം. വളരെ കുറച്ച് ഉപ്പ് ചേർക്കാം. ചിക്കൻ ഉപ്പ് ചേർത്ത് വേവിച്ചാണ്. ഇതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് ചേർക്കാം. കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്യാം. ഇതെല്ലാം മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വേവിച്ചെടുത്ത ചിക്കൻ്റെ പീസ് വെച്ച് ഈ മസാല ഇതിൻ്റെ മേലെ ഇങ്ങനെ തേച്ച് പിടിപ്പിക്കാം. ഇതിപ്പം മസാല എല്ലായിടത്തും മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിനി ഒരു 15 മിനിറ്റ് മാറ്റി വെക്കാം. ഇപ്പോൾ റൈസ് വെന്ത് വെള്ളം വറ്റിയിട്ടുണ്ട്. ഇങ്ങനെ അടിയിൽ നോക്കാതെ വെള്ളം വറ്റിയിട്ടുണ്ട്. നല്ലോണം വറ്റാൻ നിൽക്കണ്ട, ഏകദേശം വറ്റിയാൽ മതി. ഇനി തീ ഓഫ് ചെയ്ത് ഇത് മാറ്റി വെക്കാം. നേരത്തെ മസാല വട്ടി വെച്ച ചിക്കൻ ചൂടായ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ ചിക്കൻ 2 സൈഡും തിരിച്ചു മറിച്ചു വിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് ഓൾറെഡി വെന്ത ചിക്കൻ ആയതുകൊണ്ട് അധികം സമയം വെക്കണ്ട, പെട്ടെന്ന് തിരിച്ചു മറിച്ചു വിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇതിൽ നിന്ന് കോരി മാറ്റാം. ഈ റെസ്റ്റോറൻറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്ന ഫുഡ് കളർ ചേർക്കുന്നതാണ്. ഞാൻ കളർ ചേർത്തിട്ട് അതുകൊണ്ട് ഇത് കുറച്ച് കളർ കുറവ്. ഇനി നേരത്തെ വേവിച്ചെടുത്ത റൈസിന്റെ മേലെ ഈ ഫ്രൈ ചെയ്തെടുത്ത ചിക്കൻ പീസ് വെക്കാം. ഈ റൈസിൽ നിന്ന് ഞാൻ വേവിക്കുമ്പോൾ ചേർത്ത ഡ്രൈ ലെമണും ബേ ലീഫും ഒക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനി ചാർക്കോൾ കത്തിക്കണം. ഇത് ചാർക്കോൾ ഞാൻ ഗ്യാസിന്റെ ഒരു ബർണറിൽ തീ കത്തിച്ച് ഇങ്ങനെ കത്തിക്കുന്നതാണ്. ഇത് നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഈ റൈസിൽ ഒരു സ്റ്റീൽ ബൗൾ വെക്കാം. അതിലേക്ക് ഈ കത്തിച്ച ചാർക്കോൾ ഇടാം. ഇതിലേക്ക് പുകയാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. പുകയുന്നുണ്ട. ഇത് പുകഞ്ഞ് വരുമ്പോൾ അടച്ച് വെച്ച് തീ ഏറ്റവും കുറച്ച് ഒരു 5 മിനിറ്റ് വെക്കാം. ഇപ്പോ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി തീ ഓഫ് ചെയ്ത് ഈ കനല് ഈ ചാർക്കോൾ എടുത്ത് മാറ്റാം. ഇനി ഈ ചിക്കൻ പീസ് എടുത്ത് മാറ്റാം. ഈ ചിക്കൻ മന്തിക്ക് ഒരു പുകക്കുന്ന ഫ്ലേവർ ഉണ്ട്, അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ചാർക്കോൾ കത്തിച്ചിൽ വെച്ചത്. അപ്പം നല്ലൊരു മണം വരുന്നുണ്ട്. ഈ റൈസ് ഇനി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ മന്തി റെഡിയാണ്. ഇതിനി ഒരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം.
ഇതിന്റെ മേലെ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ കഷ്ണം വെക്കാം. ഇതിന്റെ നടുക്ക് ഒരു ചെറുനാരങ്ങ മുറിച്ചതും 2 പച്ചമുളകും വെച്ച് സ്റ്റൈലാക്കാം. ഉണ്ടാക്കി നോക്കുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്